നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. രാമഭക്തരും രാജ്യദ്രോഹികളും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നും ഡൽഹിയിലെ സിംഹാസനത്തിലിരുന്ന് രാമഭക്തനാണ് രാജ്യം ഭരിക്കുന്നതെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി രാമഭക്തനെ അധികാരത്തിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്തം ഖൊരഗ്പൂരിനുണ്ടെന്നും അദ്ദേഹം ഇവിടെ നടന്ന NDA റാലിയെ അഭിവാദ്യം ചെയ്തു പറഞ്ഞു. 1986 ഖൊരഗ്പൂരിൽ നിന്ന് വീർ ബഹാദൂർ സിംഗ് മുഖ്യമന്ത്രിയായിരിക്കെയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പൂട്ട് തുറന്ന് ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചത്. ഇപ്പോൾ രാംലല്ല അവിടെ പ്രതിഷ്ഠിതനായിരിക്കുന്നു. എന്തുകൊണ്ടാണ് മോദിജിയോട് ഇത്രയും ഇഷ്ടമെന്ന് ജനങ്ങളോട് ഞാൻ ചോദിച്ചു. രാംലല്ലയെ മടക്കി എത്തിച്ചത് കൊണ്ടെന്ന് അവർ ഒരേ സ്വരത്തിൽ മറുപടി പറയുന്നു. യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാട്ടി. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും രാമവിരുദ്ധരാണ്. അയോധ്യയിൽ ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചതിന് രാമഭക്തനായ വീർ ബഹാദൂർ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കിയവരാണ് കോൺഗ്രസുകാർ. ഇപ്പോഴും അവരുടെ മനോഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. രാമക്ഷേത്രം പണിയാൻ പാടില്ലായിരുന്നുവെന്നാണ് കോൺഗ്രസുകാർ പറയുന്നത്. ഈ സന്ദേശമാണ് അവർ ലോകത്തിന് നൽകിയത്. സമാജ്വാദി പാർട്ടി രാമഭക്തർക്കെതിരെ വെടിയുതിർത്തവരാണ്. ഇപ്പോൾ അവർ പറയുന്നത് രാമക്ഷേത്രം ശരിയായ രീതിയിൽ പൂർത്തിയാക്കിയില്ല എന്നാണ്. ഇരു കൂട്ടരുടെയും മാനസിക നില തെറ്റിയിരിക്കുന്നു. രാമക്ഷേത്രം എന്നത് ഭാരതത്തിന്റെ ശാശ്വത മൂല്യങ്ങളുടെ അടയാളമാണ്. അതവർക്ക് മനസ്സിലാകില്ല. അവർ രാമദ്രോഹികളാണ്, യോഗി പറഞ്ഞു. രാമഭക്തരെ ചോരയിൽ മുക്കിയവർ ഇപ്പോൾ കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങളെ നേരിടുകയാണ്. അവരുടെ നുണകളുടെ കെണിയിൽ ആരും വീഴരുത്. രാമഭക്തരാണ് രാജ്യത്തിന്റെ പുരോഗതി ഉറപ്പാക്കുന്നത്. 4 വരി 6 വരി പാതകൾ ധാരാളമായി നിർമ്മിച്ചിരിക്കുന്നു. എയിംസ്, IIT, IIM, വിമാനത്താവളങ്ങൾ, ഇതെല്ലാം രാജ്യത്തിന് രാമഭക്തരുടെ സംഭാവനയാണ്. സാമ്പത്തികമായി അവശതയുള്ളവർക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കിയത് രാമഭക്തനാണ്. കിസാൻ സമ്മാൻ നിധിയും ഉജ്ജ്വല പാചകവാതക പദ്ധതിയും ഓരോ വീട്ടിലും എത്തിച്ചത് രാമഭക്തനാണ്, യോഗി ആദിത്യനാഥ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.